നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണല്ലേ, AI-യുടെ ഒക്കെ കാലത്ത്. പക്ഷേ ഇപ്പോഴും നേരം വെളുക്കാത്ത പലരും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരു സംഭവത്തിന്റെ കഥയിലേക്കാണ് പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ദിവ്യഗർഭമോ, ഇവിടെയൊന്നും സംഭവിക്കില്ല എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ പറയാൻ പോകുന്നത് അങ്ങ് UP-യിലെയോ മധ്യപ്രദേശിലെയോ ഒന്നും കാര്യമല്ല. ഇങ്ങ് കേരളത്തിൽ നമ്മുടെ മലപ്പുറത്ത് സംഭവിച്ചൊരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഒരു ദിവ്യഗർഭമുണ്ടാക്കിയ കാര്യത്തിലേക്കാണ്. അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർ ഇക്കാലത്തും ഈ 21ാം നൂറ്റാണ്ടിലും ഉണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ സംഭവങ്ങൾ. ഇത്തരത്തിൽ ഇക്കാലത്തും ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ ആളുണ്ട് എന്നതും ആ പറഞ്ഞു പറ്റിക്കപ്പെടാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതും തന്നെയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ആളുകളെ അന്ധവിശ്വാസം പറഞ്ഞ് കബളിപ്പിക്കാൻ എന്തുമാത്രം എളുപ്പമാണ് എന്നാണ് ഈ വാർത്ത പുറത്തെത്തിച്ചപ്പോൾ, ഈ വാർത്ത ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയൊരു കാര്യം. ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞ യുവതിയെ ബലാത്സംഗം ചെയ്തയാൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം കാളികാവ് സ്വദേശി സജിൻ ഷറഫുദ്ദീനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു ആത്മീയ യൂട്യൂബ് ചാനൽ വഴിയാണ് സജിൻ ഷറഫുദ്ദീനെ ഈ യുവതി പരിചയപ്പെട്ടത്. മിറാക്കിൾ പാത്ത് എന്നാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. പ്രേക്ഷകർ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറയുന്നു. മിറാക്കിൾ പാത്ത് എന്നാണ് ഇയാളുടെ, ഈ സിദ്ധനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. താൻ മഹ്ദി ഇമാം എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. മഹ്ദി ഇമാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇയാൾ മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനൽ നടത്തി വരുന്നത്. ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഈ മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനല് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. ആഭിചാരക്രിയ തനിക്ക് വശമുണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചത്. ഈ ആഭിചാരത്തിലൂടെ തനിക്ക് ദിവ്യഗർഭം ഉണ്ടാക്കിത്തരാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാണ് ആ യുവതിയുമായി അയാൾ അടുപ്പം കാണിക്കുന്നതും അതിനുശേഷം യുവതിയെ ബലാത്സംഗം ചെയ്യുന്നതും എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൊടുത്തിട്ടുള്ള കള്ളക്കേസാണ് ഇതിൽ സത്യം ജയിക്കും. ഇതിനെതിരെ കൊടുത്തിട്ടുള്ള കള്ളക്കേസാണ് സത്യം ജയിക്കും. പരാതിക്കാരിയുടെ ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ച് ചെന്നാണ് ഈ പ്രതി. ഇപ്പോൾ പ്രേക്ഷകർ അയാളുടെ ദൃശ്യം വളരെ വ്യക്തമായി കണ്ടല്ലോ അല്ലെ, അയാളുടെ ആ ഒരു രൂപവും ഭാവവും പ്രേക്ഷകർ കണ്ടല്ലോ അല്ലെ. ഇയാളാണ് ഈ കേസിലെ പ്രതി, ഇയാളാണ് താൻ സിദ്ധനാണ് എന്ന് പറയുന്നത്. ആ സിദ്ധൻ തനിക്ക് യുവതിക്ക് ദിവ്യഗർഭം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ആ യുവതിയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അയാൾ ഈ യുവതിയുമായി അടുപ്പം സ്ഥാപിക്കുന്നു. അതിനുശേഷം അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കയറുന്നു, അവരെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി പുറത്തു വരുന്നത്. അയാളുടെ രൂപവും ഭാവവും ഒക്കെ ശ്രദ്ധിച്ചല്ലോ. ഇപ്പോഴും ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഉണ്ട്. നമ്മളെല്ലാവരും പ്രബുദ്ധരാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഈ നാട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ വിശ്വസിക്കാൻ ആളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകി എന്നറിഞ്ഞതിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു. തിരുവനന്തപുരത്താണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് എത്തി തന്നെയാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴുള്ള അയാളുടെ ആ ഒരു രൂപമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ. പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് മാധ്യമങ്ങളെയൊക്കെ കൈവീശി കാണിച്ചുകൊണ്ട് സത്യം ജയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അയാൾ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം, മാധ്യമങ്ങളെയൊക്കെ കൈവീശി കാണിച്ച എന്തോ ഒരു വിജയിച്ച ഒരാൾ വലിയ സന്തോഷത്തോടു കൂടി കടന്നു പോകുന്ന ഒരാളെ പോലെ ആയിരുന്നു അയാളുടെ വരവൊക്കെ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. കേസാണ് ജയിച്ചു വരും. എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ്
അയാൾ മുന്നോട്ട് പോയത്. എന്തായാലും ഇയാൾക്കെതിരെ സമാനമായ വേറെയും കേസുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിരവധി സ്ത്രീകൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, നിരവധി സ്ത്രീകൾ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് എത്തിയെന്നുമുള്ള സൂചനയും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം വ്യക്തമാക്കുന്നത് ഇപ്പോഴും നേരം വെളുക്കാത്ത കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അന്ധവിശ്വാസം, ആഭിചാരക്രിയയിലൊക്കെ വിശ്വസിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും ഈ AI-യുടെ കാലത്തും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വ്യാജ സിദ്ധനും ഒപ്പം ഈ ദിവ്യഗർഭവും വ്യക്തമാക്കുന്നത്.